ഉറപ്പായിട്ട് നടക്കുകയും ചെയ്ത് ആ പരാതി ഫോർവേഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇരട്ടത്താപ്പുണ്ടായി. എന്തിനാണ് മുഖ്യമന്ത്രി അത്രയും ദിവസം കയ്യിൽ വെച്ചത്? കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് പോലീസിൽ കൊടുത്തപ്പോൾ പോലീസ് എന്തുകൊണ്ടാണ് അത്രയും ദിവസം വൈകിയത് നടപടിയെടുക്കാൻ? മൊത്തം 13 ദിവസം വൈകി. ആദ്യത്തെ MLA-ക്കെതിരായിട്ട് കേസ് വന്നപ്പോൾ അന്ന് തന്നെ പരാതി ഫോർവേഡ് ചെയ്യും, അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു. CPM സഹയാത്രികൻ്റെ CPM കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂർത്തിവെച്ചത്? മറുപടി പറയണ്ടേ? ഇരട്ട നീതി. മറ്റത് അന്ന് തന്നെ ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല, അന്ന് തന്നെ ഫോർവേഡ് ചെയ്താലും പരാതിയില്ല, അന്ന് തന്നെ FIR എടുത്താലും ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ രണ്ടാമത്തെ കേസ് സ്വന്തക്കാരുടെ കേസ് വരുമ്പോൾ അന്ന് തന്നെ അയക്കില്ല. മനസ്സിലായി? അന്ന് തന്നെ പോലീസ് FIR എടുക്കൂല. 13 ദിവസം കഴിഞ്ഞിട്ട് ഈ അന്യായം കേരളം അറിയണമല്ലോ. ഈ അന്യായം ഓർമ്മയില്ല. അല്ല, KPCC പ്രസിഡന്റ് അങ്ങനെയല്ല പറഞ്ഞു. KPCC പ്രസിഡന്റ് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന്. അതിലെന്താ തെറ്റ്? ഞാനത് വായിച്ചാണ്. നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈൻറ്റിൽ. ഇപ്പോൾ ഞാൻ അഭിഭാഷകനാണ്, KPCC പ്രസിഡന്റ് അഭിഭാഷകനാണ്. അഭിഭാഷകനായ ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ. ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യില്ല. കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആവണം. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താൽ ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. നമുക്ക് ഒരു പരാതി, ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ്, അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും. എൻ്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു. ഞാനല്ല അയച്ചത്, എൻ്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത്. കാരണം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പോൾ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ. ചിലപ്പോൾ ഒരു അഭിഭാഷകൻ്റെ സഹായം തേടിക്കാനും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അതില്ല, ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അതില്ല. അല്ല, അത് കറക്റ്റ് ചെയ്യിപ്പിച്ചല്ലോ. അല്ല, അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ. ഞാൻ UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറവൂരിൽ വെച്ച് അന്ന് ഇലക്ഷൻ വോട്ടിംഗ് ചേർന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. കാരണം അത് അപ്പീൽ പോകേണ്ട കേസാണ്. കാരണം പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെട്ടാണ്. പകുതി പരാജയപ്പെട്ടു, പകുതി പേരെ കൺവിക്ട് ചെയ്തു, പകുതി പരാജയപ്പെട്ടു. ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒരു സ്റ്റോറി ഉണ്ടാവും. പ്രോസിക്യൂഷൻ സ്റ്റോറി എന്നാണ്. ആ പ്രോസിക്യൂഷൻ കേസ് പകുതി പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. അതൊരു സ്വാഭാവികമായ നടപടിയാണ്. അത് പോരെന്ന് പറയാൻ പാടില്ല. അത് UDFൻ്റെയും കോൺഗ്രസിൻ്റെ നിലപാട് കൂടി ചേർന്നാണല്ലോ UDFൻ്റെ നിലപാട്. KPCC പ്രസിഡന്റ് ഞാനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ സ്റ്റാൻഡ് UDFനും ഇല്ല, കോൺഗ്രസിനും ഇല്ല. ഞങ്ങൾ ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതെല്ലാം ഞങ്ങൾ മറുപടി പറഞ്ഞാണ്. 42 കൊല്ലം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട കക്ഷിയാണ് ഇടതുപക്ഷവും CPM-ഉം. 1977 മുതൽ ഈ ഗോവിന്ദൻ ഈ പ്രാവശ്യം ജയിച്ചു ചോദിച്ചിട്ടുള്ള എല്ലാ പ്രാവശ്യവും ME ഗോവിന്ദൻ നിയമസഭയിലേക്ക് വന്നതും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അതിലെന്താ തെറ്റ്? 42 വർഷം CPM-ന് ആ പിന്തുണ സ്വീകരിക്കുക. ഞങ്ങളവരെ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞാൻ നല്ല മറുപടി കാണിച്ചല്ലോ. അന്നത്തെ അമീറുമായിട്ട്, ഈ സമീപകാലത്തെ അമീറാണ്, തൊട്ടു മുമ്പിലുള്ള അമീർ, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ലീഡർഷിപ്പിലുള്ള ആളാണ്. അദ്ദേഹത്തെ നേരിട്ട് പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചതിൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ. ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം സമ്മതിച്ചല്ലോ. എത്രയോ പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെൻറ്റർ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഈ രേഖകളൊന്നും ഞങ്ങളുടെയിലൊന്നും ഉണ്ടാവില്ലെന്ന് അദ്ദേഹം വിചാരിച്ചത്. ദേശാഭിമാനി 2016 മുഖപ്രസംഗം എഴുതിയതും ഞാൻ വായിച്ചല്ലോ അന്ന് ഭംഗിയായിട്ട്. ഞങ്ങൾക്ക് അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ അഭിമാനിക്കുന്നു. പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് ദേശാഭിമാനി തന്നെ. ഞങ്ങൾക്ക് ഒരു അകൽച്ചയില്ല ജമാഅത്ത് ഇസ്ലാമിയെ. അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിനെ
എതിരായി ജമാഅത്ത് ഇസ്ലാമി നിലപാടെടുക്കാൻ കഴിയും. കോൺഗ്രസിന് സാമ്രാജ്യത്വ ദാസ്യമാണ് എന്നാണ് പറഞ്ഞത്. പിണറായി വിജയനും CPM-ഉം പറഞ്ഞത്. അതായത് ഞങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അമേരിക്കയുടെ കൂടെ, അമേരിക്കയായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ. അപ്പോൾ അത് ആ മുതലാളിത്ത ദാസ്യം, അമേരിക്കൻ വിധേയരായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നുണ്ട്. CPM-ന്, സാമ്രാജ്യത്വ വിരോധികളായ CPM-ന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയൊക്കെയാണ് അത് ജമാലാന്ത എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ പരിഹാസ്യരായത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഈ പ്രിന്റ് മീഡിയ മാത്രമുള്ള സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് അയ്യോ പിന്നെ വേണമെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ നിഷേധിക്കാം, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയാം. ഇപ്പം ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ പറയുന്നതും ഇപ്പോഴും ഞാൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞത് അതുപോലെ നിങ്ങൾ കാണിക്കും. അതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങളുടെ ലൈബ്രറിയിലില്ലേ? കാലം മാറിയത് അറിയണം. അവിടെ നമ്മൾ കാലഹരണപ്പെട്ടു പോകരുത്. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അതറിയണം. പഴയ എല്ലാ സാധനവും ഞങ്ങൾ പതുക്കെ കൊണ്ടുവന്നുതരാം. ഒരുപാട് സാധനം ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. പണ്ട് അവിടെ പോയത്, അവിടെ വിസിറ്റ് ചെയ്തത്, അവർക്ക് അനുകൂലമായി സംസാരിച്ചത്, ഇതൊക്കെ. അപ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കണം, അബദ്ധം പറയാതിരിക്കാൻ ശ്രമിക്കണം. പണ്ടാണ് ഇത് മാറ്റി പറയാം. ഈ പ്രിന്റ് മീഡിയ ഉള്ള കാലത്ത് അവരെന്ത് ചെയ്യും? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊരാൾ പറഞ്ഞത് എന്ത്? ഇപ്പം അതല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുള്ളതല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ലൈബ്രറി ഉണ്ട്, നല്ല ലൈബ്രറി ഉണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ ഇതിന് ഇപ്പം വിരുദ്ധമായിട്ട് ഞാനൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞ, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് പറവൂരിലെ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് അങ്ങ് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു അടിക്കുറിപ്പൊക്കെ ആയിട്ട് രാത്രി 1 മണിക്കൂർ ചർച്ചയ്ക്കുള്ള സ്കോപ്പുണ്ട് 5 കൊല്ലം കഴിയുമ്പോൾ. ഇപ്പോൾ പറഞ്ഞത് ഞാൻ തിരുത്തി പറഞ്ഞത് അതൊക്കെ മറന്നു പോകണ ഇവർ ഈ ആ പഴയ കാലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം.